മോനെ പണ്ടൊരിക്കൽ ആസിഫ് ചേട്ടൻ പറഞ്ഞായിരുന്നു പാലക്കാട് വരുവാണെങ്കിൽ ഇവിടുത്തെ വിജയലക്ഷ്മിയുടെ ഇഡ്ഡലി മട്ടനും കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ അത് കഴിക്കാനായിട്ട് പോവാട്ടോ. പാലക്കാടിലെ ഫേമസ് ആണ് ശ്രീ വിജയലക്ഷ്മിയുടെ ഇഡ്ഡലിയും മട്ടനും. ആര് പാലക്കാട് വന്നാലും അത് കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ അതൊന്ന് പോയി ട്രൈ ചെയ്തിട്ടും വരാം. ഓക്കെ, ലൊക്കേഷൻ വന്നിട്ടു സുൽത്താൻപേട്ട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ്. മോനെ ഗൂഗിൾ മാപ്പിൽ ശ്രീ വിജയലക്ഷ്മി ഇഡ്ഡലി എന്ന് അടിച്ചാൽ കിട്ടുവാടാ ഇഡ്ഡലി മട്ടൻ. നിങ്ങൾ കണ്ടോ എന്ത് നല്ലതാടാ ഇഡ്ഡലിയും മട്ടനും? നിങ്ങൾ കണ്ടില്ലല്ലേ? കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ വരാം. चटनी भी दे देना, सूखा चटनी आपको दे देना. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ എന്നതായിരുന്നു മോനെ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ നമ്മുടെ നാട്ടിലത്തെ മട്ടൻ കറിയുടെ ടേസ്റ്റ് അല്ല, പക്ഷെ ഒരു ഡിഫറെന്റ് മട്ടൻ കറിയാണ്. അതിൽ എന്തൊക്കെ ഇട്ട് ഉണ്ടാക്കിയെന്നൊരു പിടിയുമില്ല, ഒട്ടും എണ്ണയില്ലായിരുന്നു. ഒരു ചേട്ടാ മട്ടൻ കറിയുടെ പേരെന്തായിരുന്നു? റാവുത്തർ മട്ടൻ കറി ആയിരുന്നു. അതൊരു തമിഴ്നാട് സ്റ്റൈലാണ്. നമ്മളിപ്പം കഴിച്ചത് ഇഡ്ഡലിയും റാവുത്തർ സ്റ്റൈൽ മട്ടൻ കറിയാണ്. നമുക്ക് ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് കഴിക്കാന്. ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈം ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും വിചാരിച്ച് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ചമ്മന്തി സാമ്പാർ അത് കിട്ടിയതിന് ധാരാളം. അത് കഴിഞ്ഞ് പാലക്കാട് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കണ്ടേ, മട്ടൻ കറിയുടെ കൂടെ ഇഡ്ഡലി കഴിക്കാം. എന്തൊരു ഹെൽത്തിയാ, നമ്മുടെ നല്ല കാർബോഹൈഡ്രേറ്റും കിട്ടുന്നു, നല്ല സൂപ്പർ പ്രോട്ടീനും. അപ്പൊ നമ്മുടെ നാടൻ ഫുഡിൽ തന്നെ എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ കറങ്ങണം. നമ്മള് ജർമ്മനിയിലും ഇറ്റലിയിലും യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ പോകുന്ന മുമ്പേ ഫസ്റ്റ് നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തിലൊന്നും കണ്ട് അതിനകത്തുള്ള പല പല വെറൈറ്റികൾ പഠിക്കണം. ഏറ്റവും കൂടുതൽ കോസ്മോപൊളിറ്റൻ ആയ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. നമുക്ക് ഡിഫറെന്റ് റിലീജിയൻസിനെ പറ്റി മനസ്സിലാക്കാം, ഡിഫറെന്റ് ഫുഡ് ഓപ്ഷൻസ് കഴിക്കാം. അതുകൊണ്ട് നിങ്ങളിപ്പം സ്കൂളിലാ അല്ലെങ്കിൽ പുതിയതായിട്ട് കോളേജിൽ വന്നു, ചെറിയ ബജറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഏതായാലും ഇപ്പം യൂറോപ്പിൽ പോണെങ്കിൽ 3 വർഷം എടുക്കത്തില്ലേ? അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാതെ ഫസ്റ്റ് കേരളത്തിൽ തന്നെ ട്രൈ ചെയ്യുക. കോട്ടയത്ത് ട്രിവാൻഡ്രത്തിലാണെങ്കിൽ അവിടെ നിന്നൊരു ബസ് പിടിച്ച് പാലക്കാട് വന്നു, ഇവിടുത്തെ ചില വെറൈറ്റികൾ കഴിച്ചു, മലമ്പുഴ ഡാം കണ്ടു, നെല്ലിയാമ്പതി അവിടെ ഹിൽസിൽ പോയി 3-4 വെറൈറ്റി ഫുഡ് കഴിച്ചു. ഇതൊക്കെയാണ് ഒരു ലഹരി. അതെ, മറ്റുള്ള ലഹരിയിലോട്ട് പോവാതെ കുട്ടികളെ, നിങ്ങൾ ട്രാവലിങ്ങും ആഹാരം എന്നുള്ള ലഹരിയിലോട്ട് വരൂ. അതെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹം പറയടാ. വീട്ടുകാർ അതിൽ ഇതാവില്ല. നിങ്ങൾക്ക് ആഹാരത്തിനോട് ലഹരിയാണെന്ന് പറ. അതെ, നിങ്ങൾ ട്രാവലിങ്ങിനെ ഒരു ലഹരിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ വെളിയിൽ പോവാണ്, യൂറോപ്പിലോ ദുബായിലോ ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സെയിൽസ് ജോബ് ആയാലും ഏത് ജോബ് ആയാലും നിങ്ങൾ അവിടെ ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടും. മലയാളികളാണെങ്കിൽ അവരുടെ നാട്ടിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാലക്കാട്ടിലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളെ ഫുഡ് കഴിച്ചു, ഇവിടുത്തെ ഫുഡ് സ്റ്റൈൽ ഇങ്ങനെയാണ്, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ തന്നെ നാളെ വേറെ ഇന്ത്യയിലെ വേറെ സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരും അവിടുത്തെ കൾച്ചറിനെ ഒക്കെ മനസ്സിലാക്കിയ ആ രീതിയിൽ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാം. ശരിയാ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഇന്നത്തെ ഉപദേശങ്ങൾ അത്രേ ഉള്ളൂ. പറഞ്ഞു വന്നത് ആസിഫ് അലി ചേട്ടൻ നമ്മളെ പറ്റിക്കാൻ പറഞ്ഞതല്ലടാ മോനെ. റാവുത്തർ മട്ടനും ഇഡ്ഡലിയും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. പാലക്കാട് വരുമ്പം അത് ട്രൈ ചെയ്യടാ മോനെ. അപ്പൊ ശരി, നാളെ കാണാം. ചാ